قال رسول الله صلى الله عليه وسلم من أراد أن يميت بالمدينة فليمت فيها فإني أنا شافع ومشفع له صدق رسول الله. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്യുകയാണ്, ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വെച്ചുകൊണ്ട് എനിക്ക് മദീന പുൽകണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരെ, ഹൃദയത്തിൽ മുഴുവനും റസൂലുള്ളാഹിയെ കൊണ്ട് നടക്കുന്നതായ മുസ്ലിമേ മുസ്ലിമത്തേ, അജ്വാ സ്വലാത്തിൻ്റെതാകുന്ന ഗ്രൂപ്പിലേക്ക് ചേർന്ന കാലഘട്ടം മുതൽ വർഷങ്ങളായി ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരില്ലയോ? മുടങ്ങാതെ സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ നബി തങ്ങളെ പ്രിയം വെച്ച് ആ പ്രവാചകരോടുള്ള ഇഷ്കിൽ അനുരാഗത്തിൽ നിലകൊള്ളുന്നവരില്ലയോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഈമാനുകമാകുന്ന പ്രഭ വരാനുള്ള കാരണം അത് മുഹമ്മദ് നബിയോടുള്ള പ്രണയമാണ്, അനുരാഗമാണ്. ആ പ്രവാചകരോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരെ, നോമ്പുകൾ നോൽക്കുന്നവരെ, സകാത്തുകൾ കൊടുക്കുന്നവരെ, ഹജ്ജ് ചെയ്തവരെ, ഉംറ ചെയ്യാൻ വേണ്ടി നിയ്യത്ത് വെച്ചവരെ, പാതിരാത്രി സമയങ്ങളിൽ പടച്ചറപ്പിൻ്റെതാകുന്ന ഭാഗത്ത് നിന്നുള്ള വിളിയാളം കടന്നു വരുമ്പോ സുബഹിയുടെ ബാങ്കുല് മുഴങ്ങുന്ന സമയത്ത് അവ്വൽ വഖത്തിൽ എഴുന്നേറ്റുകൊണ്ട് സുബഹി നമസ്കരിക്കാൻ താല്പര്യപ്പെടുന്നവരെ, ലോകം മുഴുവനും ഉറങ്ങുന്ന സമയത്ത് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണെന്ന് കരുതി നമസ്കരിക്കാൻ വേണ്ടി ഒളു എടുത്തുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ നിലകൊള്ളുന്ന സഹോദരിമാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ട്, റസൂലുള്ളാഹിയോടുള്ള അനുരാഗമുണ്ട്. അതുകൊണ്ടാണ് ഉറക്കിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റത്. നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കാനുള്ള കാരണം ആ റസൂലുള്ളാഹിയോടുള്ള അനുരാഗമാണ്, പ്രേമമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കത് അധികരിപ്പിക്കണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനൽ മക്ക ഔ അശദ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് മദീനയോടുള്ള സ്നേഹം നീ അധികരിപ്പിക്കണേ അല്ലാഹ്. മക്കയോടുള്ള സ്നേഹം അതിനേക്കാൾ കൂടുതൽ എനിക്ക് മദീനയോടുള്ള അനുരാഗത്തെ എനിക്ക് നൽകണേ അല്ലാഹ്. ദുആ ചെയ്തത് മറ്റാരുമല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനൽ മക്ക ഔ അശദ്. അല്ലാഹുവേ, വിശുദ്ധമായ മക്ക എനിക്ക് വലിയ ഇഷ്ടമുള്ള രാജ്യമാണ്, എൻ്റെ ജന്മസ്ഥലമാണ്, പവിത്രമായ കഅബത്തുൽ കൊള്ളുന്നതായ നാടാണ്. ഇന്ന അവ്വല ബൈതി wudi'a ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അവൻ നിർമ്മിച്ചിട്ടുള്ളതാകുന്ന പവിത്രമായ കേഹമായ കഅബ നിലകൊള്ളുന്നത് പുണ്യമാക്കപ്പെട്ട മക്കയിലാണ്. അത് ബറക്കത്തുള്ള കേഹമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വഹുദൽ ലിൽ ആലമീൻ. ലോക ജനതയ്ക്ക് മുഴുവനും സന്മാർഗത്തിന്റെ കേദാരമാണ്, സന്മാർഗം വിളംബരം ചെയ്യുന്നതായ പള്ളിയാണ് പവിത്രമാക്കപ്പെട്ട കഅബ. ആ കഅബ നിലകൊള്ളുന്ന പുണ്യമാക്കപ്പെട്ടതായ പവിത്രമായ മക്കയെ എനിക്ക് നീ ഇഷ്ടപ്പെടുത്തണേ അല്ലാഹ്. അവിടെ തന്നെയാണ് മഖാം ഇബ്രാഹിം നിലകൊള്ളുന്നത്, അവിടെ തന്നെയാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നത്, അവിടെയാണ് സഫയുള്ളത്, അവിടെയാണ് മർവയുള്ളത്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്
അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതായ വലിയ ദൃഷ്ടാന്തങ്ങളാകുന്ന സഫ മർവ കുന്നുകൾ നിലകൊള്ളുന്നതും ആ പവിത്രമാക്കപ്പെട്ടതായ മക്കയിലത്രേ. ഹജറ ബീവി നിലകൊണ്ടതും മക്കയിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതതും ആ വിശുദ്ധമാക്കപ്പെട്ട ഗേഹത്തെയാണ്. മലക്കുകൾ വന്നുകൊണ്ട് ബേസിക്കിട്ടതും ആ പവിത്രമാക്കപ്പെട്ടതായ കാബയ്ക്കാണ്. പുണ്യമാക്കപ്പെട്ടതായ പ്രവാചകന്മാരെല്ലാം വന്ന് തവാഫ് ചെയ്തതായ സ്ഥലവും ആ പവിത്രമായ ഗേഹത്തിന്റെ പരിസരമത്രേ. ഇത്രത്തോളം മഹത്വമുള്ള മക്കയേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തണേ അല്ലാ. മദീനയോട് എനിക്ക് അനുരാഗം നീ കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, മദീനയോടുള്ള ഇഷ്ടം എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാ. എൻ്റെ മനസ്സിലേക്ക് അതിനോടുള്ള ഇഷ്ടം നീ കൂട്ടണേ അല്ലാ. കമാ ഹബ്ബബ്ത ഇലൈനൽ മക്ക ഔ അശദ്, മക്കയ്ക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ള രാജ്യമാണ്, എൻ്റെ ജന്മസ്ഥലമാണ്, കഅബ നിലകൊള്ളുന്ന സ്ഥലമാണ്. അതിനോടുള്ള ഇഷ്ടത്തേക്കാൾ കൂടുതൽ എനിക്ക് മദീനയോട് ഇഷ്ടം നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആ മദീനയെ പ്രണയിച്ചു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം ആ പ്രവാചകരുടെ വഫാത്തും ആ നാട്ടിൽ തന്നെ. നമുക്കെല്ലാവർക്കും അറിയാം, പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുശ്രിക്കീങ്ങൾ ആട്ടി ഓടിക്കുകയാണ്. പ്രവാചകർ പോയി വളരെ വേദനയോടുകൂടി പോവാൻ. മദീനയിലെത്തി അൻസാരികളാകുന്ന മദീന നിവാസികളാകുന്ന സ്വഹാബികൾ പ്രവാചകരെ വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. വേണ്ടതെല്ലാം നൽകി പ്രവാചകർക്കും അനുയായികൾ. എനിക്ക് വലിയ സന്തോഷമായി. മാഷാ അല്ലാഹ്, ആ പ്രവാചകൻ അവിടെ തന്നെ ജീവിതം തുടർത്തി കൊണ്ടുപോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വലിൽ പുണ്യമാക്കപ്പെട്ടതാകുന്ന 12-ന് ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയം പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർസ്ഥാനം നിലകൊള്ളുന്നതും മദീനയിൽ തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിന്റെ അകത്തളത്തിലാണ്. 8 മുഴം നീളം 10 മുഴം വീതിയുള്ള ഈന്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞതാകുന്ന അന്നത്തെ ആ കുടിലിലാണ് മുത്തുനബി അടക്കം ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മൻ അറാദ അൻ യുമീത ബിൽ മദീന, എന്നോടൊപ്പം ഈ മദീനയിൽ ആരെങ്കിലും മരിച്ച് ഇവിടെ ഖബർ ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഫൽ യുമിതു ഫിഹാ, ഇവിടെ മരിക്കാൻ അവൻ കൊതിക്കട്ടെ, മരിച്ചുകൊള്ളട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യ ചെയ്യാനല്ല, മറിച്ച് നമ്മൾ മക്കയിലും മദീനയിലും ഒക്കെ പോയി വിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോയി. അങ്ങനെ മദീനയിൽ സിയാറത്ത് ചെയ്തു. ചില ആളുകൾ അവിടെ വെച്ച് മരിക്കാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ നാട്ടുകാരിൽ, സുഹൃത്തുക്കളിൽ എത്രയോ ഉമ്മമാർ, എത്രയോ ഉപ്പമാർ അങ്ങനെ മദീനയിൽ മരിച്ചവരുണ്ട്. അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടെ മരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത്, ചില ആളുകൾ തെറ്റിദ്ധരിക്കും, ഓ എന്തൊരു കഷ്ടമായി പോയി, ഹജ്ജിന് പോയിട്ട് അവന് നാട്ടിലോട്ട് എത്താൻ പറ്റിയില്ല, ഇങ്ങോട്ട് വരാൻ ഇനി 2 ദിവസം ബാക്കി നിൽക്കാൻ മദീനയിൽ വെച്ച് മരിച്ചു, അങ്ങനെ പറയുന്നവരുണ്ട്. ഒരിക്കലും അത് പറയാൻ പാടില്ല. അവിടെ മരിക്കുക എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫിഹാ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു. തങ്ങൾ പറയുകയാണ്, മദീനയിൽ വെച്ച് മദീനയോടുള്ള അനുരാഗം നിമിത്തമായി അവിടെ മരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവിടെ തന്നെ മരിക്കാൻ അവൻ ആഗ്രഹിച്ചു കൊള്ളട്ടെ, മരിച്ചു കൊള്ളട്ടെ. ആ രീതിയിൽ ആരെങ്കിലും മദീനയിൽ വെച്ച് മരണപ്പെട്ടാൽ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു, അവനെ ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ ഞാൻ എത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ വലിയ നേട്ടം വേണം? സയ്യിദ് അബ്ദുറഹ്മാനുൽ ബാഫഖി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്നത് പുണ്യമായ മദീനയിലാണ്.
അപ്പൊ പവിത്രമാക്കപ്പെട്ടതായ മക്കയിലാണ്, ജന്നത്തുൽ മുഅല്ലയിലാണ്. പവിത്രമാക്കപ്പെട്ടതായ ജന്നത്തുൽ ബഖയിൽ എത്രയോ മോമിനീങ്ങൾ, എത്രയോ സത്യവിശ്വാസികൾ അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട്. നമുക്കിടയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ടതായ സ്ഥലത്തേക്ക് യാത്ര തിരിച്ച ആളുകൾ. ഒരുപക്ഷെ ഈ സദസ്സിലുള്ള പലരുടെയും മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ടാവാം. അള്ളാഹുവരുടെ ദറജ ഉയർത്തട്ടെ. അവരുടെ കാര്യത്തിൽ നമ്മൾ ആരും ആശങ്കപ്പെടണ്ട. കാരണം അവരൊക്കെ രക്ഷപ്പെട്ടവരാ. അവർക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം ചെറുതല്ല. കാരണം മദീനയിൽ വെച്ച് മരിക്കാനുള്ള അവസരം നമ്മുടെ കാര്യത്തിലാണ് ഇനി ആശങ്ക. എല്ലാവരും കളിയാക്കിയിരിക്കുകയാണ്. ഓ, അവരവിടെ വെച്ച് മരിച്ചു, എന്തൊരു കഷ്ടപ്പാടാ, നാട്ടിലേക്ക് എത്താൻ പറ്റിയില്ല, വരുന്ന വഴിക്ക് ഇതാ മരണപ്പെട്ടു പോയി. ഹജ്ജ് കഴിഞ്ഞും അതുപോലെ തന്നെ റമദാന് ശേഷവും ഒക്കെ മരിക്കാന്ന് പറയുന്നത് തന്നെ ഷഹീദിന്റെ കൂലിയാണ്. അതും മനസ്സിലായിക്കോ. ചില ആളുകൾ അങ്ങനെയും കളിയാക്കാറുണ്ട്. നാട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് എത്തിയില്ല, വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി, നാട്ടിലേക്ക് എത്തുമ്പോൾ ആള് മയ്യത്തായി. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് തന്നെ കൊണ്ടുപോവാണ്, വീട്ടിലേക്ക് എത്തിയില്ല, വീട്ടിലേക്ക് എത്തിയത് ബോഡിയാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞ ഉടനെയുള്ള മരണം ഷഹീദിന്റെ കൂലി. റമദാൻ കഴിഞ്ഞ ഉടനെയുള്ള മരണം ഷഹീദിന്റെ കൂലി. ഒരു യുദ്ധത്തിൽ ഒരു വ്യക്തി പങ്കെടുത്തു, ഇസ്ലാമികമായ ധർമ്മസമരം. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. യുദ്ധം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. സാധാരണ രീതിയിലുള്ള മരണം ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹദീസാണ്. من مات عقيب رمضان أو عقيب عزو أو عقيب حج مات شهيدا. ആരൊരുവന് പരിശുദ്ധമാക്കപ്പെട്ടതായ ഹജ്ജിന് ശേഷമോ റമദാൻ കഴിഞ്ഞാലുടനെയോ പുണ്യമാക്കപ്പെട്ട ധർമ്മസമരങ്ങൾക്ക് ശേഷമോ മരണപ്പെട്ടാൽ അതിന് ശേഷമുള്ള മരണം അവന് ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. من مات عقيب رمضان أو عقيب عزو أو عقيب حج مات شهيدا. ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ, അല്ലെ റമദാൻ കഴിഞ്ഞ് ഉടനെ പെരുന്നാളിനെന്ന് മരിക്കുന്നവരെ ഒന്നും കളിയാക്കണ്ട. അവർക്ക് കിട്ടിയത് നേട്ടാണ്, അവർക്ക് നേട്ടമാണ്. നമുക്ക് പെരുന്നാളിനന്ന് ബീഫും നല്ല തേങ്ങാച്ചോറും കഴിക്കാൻ പറ്റിയില്ല എന്ന സങ്കടം ഉണ്ടാവും. കാരണം മരിപ്പ് വന്നല്ലോ, അന്നത്തെ ദിവസം ഒരു മാനസികമായ വിഷമാണല്ലോ. അവർക്കത് പെരുന്നാളാണ്, അത് മനസ്സിലായിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. റമദാൻ കഴിഞ്ഞ ഉടനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലി. ഹജ്ജ് കഴിഞ്ഞ ഉടനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലി. ഹജ്ജ് ചെയ്തവന് കേട്ടാ, നാട്ടിൽ ഹജ്ജൊന്നും ചെയ്യാതെ കഞ്ചാവ് അടിച്ചു നടന്നവന് ഒരു ഷഹീദിന്റെ കൂലിയില്ല. ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞാലല്ല, ഹജ്ജ് ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിക്ക് ഷഹീദിന്റെ കൂലി. കാരണം മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ അനുരാഗം വെക്കുന്നത്? പ്രവാചകരെ അനുരാഗം വെച്ചവരുടെ ചിലരുടെ ചരിത്രം നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് മുത്തുനബിയോടുള്ള സ്നേഹം, മദീനയോടുള്ള മഹബത്തൊക്കെ കയറി വരുള്ളൂ. ചരിത്രത്തിലൊരു ഇതിഹാസ വ്യക്തിത്വമുണ്ട്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നോ അതേപോലെ ചെയ്യും. നബി തങ്ങൾ എങ്ങനെ നടന്നോ അങ്ങനെ തന്നെ നടക്കും. നബി എവിടെയെല്ലാം ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരിക്കും. ഒരു വട്ടമല്ല, 1000 വട്ടം. നബി ഒരു വഴിയിൽ കൂടെ നടക്കുമ്പോ എങ്ങനെ നടന്നിട്ടുണ്ടോ അങ്ങനെ തന്നെ ജീവിതത്തിൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നബിയെ പരിപൂർണമായി പിൻപറ്റി തന്നെ ജീവിക്കുന്ന സ്വഹാബി. അദ്ദേഹത്തിന്റെ പേര് തന്നെ മുത്തബിഉസ് സുന്ന എന്നാണ്. പ്രവാചകരുടെ തിരുസുന്നത്തുകളെ പരിപൂർണമായി പിൻപറ്റിയിരുന്ന വ്യക്തി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനാണ്. ബഹുമാനപ്പെട്ടവർ പറയാ, دخل علينا رسول الله صلى الله عليه وسلم. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫജലസ തഹത ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രവാചകൻ ഇരിക്കുകയാണ്.
ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന ഒരു ഈന്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ അല്പനേരം ഇരുന്നു. എന്റെ വാപ്പയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വാപ്പ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ വാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ മുത്തുനബി കാണാൻ വന്നിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി ചെല്ലുകയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ ഞാനിതാ അവിടത്തേക്ക് 2 ഉത്തരം ചെയ്തിരിക്കുന്നു റസൂലേ. അള്ളാഹുവിന്റെ റസൂല് ഇരിക്കാൻ പറഞ്ഞു. പ്രവാചകരുടെ ചാരത്തിരുന്നുകൊണ്ട് ആ വൃക്ഷത്തിന്റെ തണൽ കൊണ്ടുകൊണ്ട് അല്പനേരം സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനായ മുത്തബിയുസ് സുന്ന എന്ന ചരിത്രം രേഖപ്പെടുത്തിയതായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്പനേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാരുണ്യത്തിന്റെ തിരുദൂതർ പള്ളിയിലേക്ക് പോവുകയാണ്. സലാം ചൊല്ലി മടങ്ങി. സുബ്ഹാനല്ലാഹ്. ചരിത്രത്തിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, കാന അബ്ദുല്ലാഹി ഇബ്നു ഉമറ യസുബ്ബുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ. അല്പനേരം വന്നിരുന്നതാകുന്ന പ്രവാചകർ വന്ന് തണലുകൊണ്ട വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന ആ വൃക്ഷത്തിന് എല്ലാ ദിവസവും മുടങ്ങാതെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. എന്തേ നിങ്ങൾ ഇങ്ങനെ വെള്ളമൊഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, എന്റെ നബി തങ്ങൾ അല്പനേരം വിശ്രമിച്ചതായ മരമാണ്. ഇതിന് ബറക്കത്തുണ്ട്. അതൊരിക്കലും ഉണങ്ങിപ്പോകാൻ പാടില്ല. ഇത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രദ്ധിക്കുന്നത് എന്ന് മരുഭൂമിയിൽ വെള്ളമൊഴിച്ച് അതിനെ കിളിപ്പിച്ചുകൊണ്ട് നിലകൊണ്ടതായ ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ചരിത്രത്തിൽ കാണാൻ ബഹുമാനപ്പെട്ടവർ ദീർഘദൂര യാത്രകൾ ചെയ്യാറില്ല. എന്തേ നിങ്ങൾ ദൂരത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയും, ഒരുപക്ഷെ ഒരു ദിവസം ഞാൻ മാറി നിന്നാൽ എന്റെ വൃക്ഷം ഉണങ്ങിപ്പോകുമോ എന്നുള്ള ഭയപ്പാടാണ്. എന്തൊരു സ്നേഹം! നബിതങ്ങൾ അല്പനേരം വിശ്രമിച്ചതാകുന്ന മരം അതിന് ഉണങ്ങിപ്പോകാതിരിക്കാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒഴിച്ചില്ലേ അത് ഉണങ്ങിപ്പോകും. ആ മരം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ ആര്? അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മകൻ. ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രവാചകർ ഇവിടെ വന്ന് അല്പനേരം ഇരുന്നിട്ടുണ്ട്, ഒറ്റവട്ടേ ഇരുന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് വാപ്പയെ കാണാൻ വേണ്ടി അല്പനേരം ഇരുന്ന് തണല് കൊണ്ടതായ ഒരു മരമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത്. ചിന്തിക്കണം, എന്താണ് ഇഷ്ഖ്! സുബ്ഹാനല്ലാഹ്. തീർന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തെ പറഞ്ഞാൽ തീരില്ല സഹോദര. ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ സാഫറ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വമഅഹു അസ്ഹാബഹു അലാ ഫറസിഹി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ ഒട്ടകത്തിൻ്റെതാകുന്ന തന്റെ നാക്കത്തിന്റെ മുകളിൽ ഒട്ടകത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് യാത്ര പോവുകയാണ്. ഫലമാദന അൽ മകാൻ, ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ ദവ്വറനാഖതഹു, തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുകയാണ്. ഒരു സ്ഥലം എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഒട്ടകത്തെ ഇങ്ങനെ വട്ടം ചുറ്റിക്കാൻ തുടങ്ങി. അവിടെ ഒരു റൗണ്ടാനയില്ല, ഒരു റൗണ്ട് ബോർഡ് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല അവിടെ. ഇപ്പൊ മൂവാറ്റുപുഴ ടൗണിലോട്ട് ചെല്ലുമ്പോ കണ്ടിട്ടില്ല റൗണ്ട് ബോർഡ്, അങ്ങനെ ഒരു റൗണ്ട് ബോർഡ് ഒന്നുമില്ല. വണ്ടി ഓടി മര്യാദയ്ക്ക് നേരെ പോകേണ്ട റൂട്ടാണ്. പക്ഷെ ഒട്ടകം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യിച്ചു. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവ കൂടെ ഉള്ളവർ ചോദിച്ചു, ലിമ ദവ്വർത നാഖതക ഫീ ഹാദൽ മകാൻ, എന്തിനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇവിടെ ഇങ്ങനെ ഒട്ടകത്തിട്ട് ഇങ്ങനെ കറക്കുന്ന എന്തിനാ? ഇവിടെ ഒരു റൗണ്ട് ബോർഡൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ കറക്കേണ്ട ഒരു സ്ഥലമാണെങ്കിൽ കറക്കുന്നതിൽ തെറ്റില്ല, തലയ്ക്ക് സുഖമില്ലേ, എന്ത് പറ്റി നിങ്ങൾ ഇവിടെ ഇട്ട് ഇങ്ങനെ കറക്കുന്നത് എന്ന് ചോദിച്ചു.
ഉടനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുഖമില്ലാത്തത് എനിക്കല്ല, സഫറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്തവനാണ്. ഫലമ്മാ ദനാ ഹാദൽ മകാൻ, ഈ സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിലൂടെ ഈ ഭാഗത്തിലൂടെ സഞ്ചരിച്ചപ്പോ ദവറനാഖതഹു, നബി തങ്ങൾ ഒട്ടകത്തെ ഇവിടെ വെച്ച് കറക്കിയിട്ടുണ്ട്. എന്തിനാണ് കറക്കിയതെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. മര്യാദ വെച്ച് യഥാർത്ഥത്തിൽ ഇവിടെ അന്നും ഒരു റൗണ്ട് ബോർഡില്ല, ഇന്നില്ലാത്തതുപോലെ തന്നെ തരിശു ഭൂമിയാണ്, നേരെ യാത്ര ചെയ്താൽ മതി. പക്ഷെ എന്റെ ഹബീബ് ഇവിടെ എത്തിയപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഫലിദാലിക ദവറതു നാഖതി, ആ ഒരൊറ്റ കാരണത്താലാണ് ഞാനും എന്റെ ഒട്ടകത്തെ ഇവിടെ വെച്ച് റൗണ്ട് ചെയ്യിക്കുന്നത് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. വേറൊന്നുമല്ല, എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇതിലേ വന്നപ്പോ ഇങ്ങനെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ ഞാനും റൗണ്ട് ചെയ്യിക്കും. നബി എന്തിനാ ഇവിടെ റൗണ്ട് ചെയ്യിച്ചത്? അല്ലാഹു അലൈഹി, അതെനിക്കറിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ റൗണ്ട് ചെയ്യിച്ചില്ലേ? ചെയ്യിച്ചു. അതുകൊണ്ട് ഞാനും ഇതാ ഇവിടെ വെച്ചുകൊണ്ട് റൗണ്ട് ചെയ്യിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട കനാർ ഉസ്താദ് അവറുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്ന് അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരു സദഖ ഇൻഷാ അല്ലാഹ് കൊടുക്കുക. ألف الألف نظام مدح أعلى العالي عال أول السطور بسم الله بدأ القال قال لا إله إلا الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദഖ നീ ഖബൂലാക്കണേ അല്ലാ. നിയ്യത്തുൽ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ ഖബൂലാക്കണേ അല്ലാ. ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. റബ്ബേ, ആ പ്രവാചകരുടെ മദദും ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്കേവർക്കും നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സദഖ കൊടുക്കാൻ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാത്തിൻ്റെയും ദുആ ഇൻഷാ അല്ലാഹ് ബഹുനിരാകുന്ന ആറ്റക്കോയ തങ്ങളവറുകളാണ്. PMS ആറ്റക്കോയ തങ്ങളവറുകൾ തങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 11 മണിയാകുമ്പോൾ അവിടെ മജ്‌ലിസിലേക്ക് എത്തും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അതാണ്. നബിതങ്ങൾ ഇവിടെ ഒട്ടകത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചു. അതുകൊണ്ട് ഞാനും ഈ സ്ഥലത്തൂടി പോകുമ്പോൾ എപ്പോഴും ഒട്ടകത്തെ ഒന്ന് കറക്കിയിട്ടേ പോകാറുള്ളൂ എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി എന്ത് ചെയ്തോ അതേപോലെ ചെയ്യുക, അതാണ് എൻ്റെ ഉദ്ദേശം. അതിലൂടെ ജീവിതം ധന്യമാവുള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നടന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മുത്തബിഉസ് സുന്ന എന്ന ചരിത്രം വിളിക്കാൻ കാരണം, ലോകം വിളിക്കാൻ കാരണം തന്നെ അതുകൊണ്ടാണ്. കാരണം എല്ലാ സുന്നത്തുകളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നബി തങ്ങൾ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യും.
ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ദാ വിശുദ്ധമായ കഅബയ്ക്ക് ഉള്ളിൽ നബി തങ്ങൾ കയറി നിസ്കരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഓടി ചൊല്ലുമ്പോ വാതിൽ പൂട്ടാൻ പോവാണ്, വേഗം ചാടി കയറി കഅബയ്ക്കുള്ളിലേക്ക്. അല്ലാഹ് റാഹത്തായിട്ട് കയറി ചോദിച്ചു വേഗം തന്നെ, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനകത്ത് വല്ല നിസ്കാരം വരെ നടത്തിയോ? നിസ്കരിച്ചു. ദാ ആ രണ്ട് തൂണുകൾക്കിടയിൽ നിസ്കരിച്ചിട്ടുണ്ട്. കഅബയ്ക്കിടയിലുള്ള തൂണ് കാണിച്ചു കൊടുത്തു സഹാബി വരെ. നേരെ ചെന്ന് അവിടെ നിന്നുകൊണ്ട് കഅബയ്ക്ക് ഉള്ളിൽ നബി നിസ്കരിച്ച അതേ സ്പോട്ടിൽ 2 റക്അത്ത് വേഗം നിസ്കരിച്ചു. ഞാൻ പറഞ്ഞു, നബി എന്ത് ചെയ്തു അതൊക്കെ അതേപോലെ ചെയ്യാം. അത് അദ്ദേഹത്തിന്റെ ജീവിതചര്യയിൽപ്പെട്ടതാണ്. നബി എന്ത് പറഞ്ഞോ അത് ചെയ്യുക, നബി എന്ത് പ്രവർത്തിച്ചോ അത് ചെയ്യുക, നബി എന്തെല്ലാം അംഗീകരിച്ചോ അതിന് പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊരു സ്നേഹമാണത്. നമ്മളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? നമ്മൾ പ്രവാചകരോട് വലിയ ഇഷ്ടമുള്ള ആളുകളാണ്. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 കാര്യങ്ങളാണ് സ്വഹാബ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭൗതിക ലോക ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയമുള്ളതായ വസ്തുക്കൾ അത് 3 എണ്ണമാണ്. ആദ്യമായി പ്രവാചകൻ പറയുന്നു, അത്വീബോ, സുഗന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയമുള്ളതായ വസ്തുവത്രേ. നബി ഇഷ്ടം വെക്കുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. യഥാർത്ഥ ആശിഖീങ്ങളല്ല, യഥാർത്ഥത്തിൽ നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. എന്നാലും മനസ്സുകൊണ്ട് നബിയോട് വല്ലാത്ത ഇഷ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി ഒരു മടിയുമില്ലാതെ അജ്വാ സ്വലാത്ത് ഗ്രൂപ്പിൽ ഇത്ര ചൊല്ലി ഉസ്താദെ, 25,000 ചൊല്ലി, 50,000 ചൊല്ലി, 1,00,000 ചൊല്ലി, ഞാൻ ഇത്ര ചൊല്ലി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ചൊല്ലിയ എത്രയോ ആളുകൾ അൽഹംദുലില്ലാ പ്രവാചകരെ കണ്ടവരും ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടവർക്ക് വീണ്ടും ആ പ്രവാചകന്റെ സൗന്ദര്യം നുകരുവാനോ, കാണാത്തവർക്ക് പ്രവാചകരെ ഒന്ന് നേർക്ക് നേരെ ഒന്ന് ഒറ്റ പ്രാവശ്യമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ട് സായുജ്യമണിയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടാ പിന്നെ വീണ്ടും വീണ്ടും കാണാൻ കൊതിയുണ്ടാകും. ഒരൊറ്റ വട്ടം കണ്ടു കിട്ടിയാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ 3. നമ്മളും ഇഷ്ടപ്പെടണം, അതിനാണ് ഇത് പറയുന്നത്. 1 സുഗന്ധമാണ്, നല്ല അത്തർ, നല്ല സുഗന്ധം. മയ്യത്തിനടിക്കുന്ന സാധനമുണ്ട് ജന്നാത്തുൽ ഫിർദൗസ്, അടിച്ചുകൊണ്ട് വന്നാൽ പെണ്ണുങ്ങളൊന്നും പിന്നെ വഴിക്ക് വരില്ല. പറഞ്ഞാൽ നമ്മുടെ ഭാര്യ എന്നെ വിട്ടേച്ചു, അല്ലാഹു ആക്കട്ടെ. ചിലരങ്ങനെ ഉണ്ട്, കടും സാധനമുണ്ട്. പണ്ടത്തെ ടീമുകളൊക്കെ ഉണ്ട്, ഈ പന്നിക്കകത്ത് മുക്കിയിട്ട് ചെവി വെക്കും. കിടുക്കാച്ചി ഐറ്റമാണ്. ആ വഴിക്ക് പിന്നെ ഒരൊറ്റ പിശാച് വരുത്തില്ല. ഭയങ്കര മണമാണ്, എഫക്റ്റ്. പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ നല്ല കട്ടിയുള്ള സാധനം. ഇന്ന് വളരെ കുറവാണ്. ഇന്നിപ്പോ പഞ്ഞി മുക്കിയിട്ട് ചെവി വെക്കുന്നവരുണ്ടോ? പണ്ടൊക്കെ ഇങ്ങനെ ചെവിയുടെ മുകളിൽ തിരികെ വെക്കും. പണ്ട് നമ്മുടെ വാപ്പാക്ക് ഇങ്ങനെ സുബൈക്ക് രാവിലെ അവ്വൽ മക്കത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് മുക്കിയിട്ട് സുബൈ ചെവിയിലോട്ട് തിരികെ വെക്കും. സ്കൂളിലൊക്കെ പോകുമ്പോൾ വെച്ചുകൊണ്ട് പോകാനാ പറയും. പിന്നെ ടീച്ചർ പോലും അടുത്തോട്ട് വരുത്തില്ല. അതുകൊണ്ടൊരു ഗുണമാണ്, പിന്നെ ചോദ്യമൊന്നുമില്ല, റാഹത്താണ്. കാരണം ഇത് ചെവി വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ മണക്കും. പഴയ സാധനമുണ്ട്, നല്ല കട്ടിയുള്ള കറുത്ത നല്ല അത്തർ. നമ്മുടെ ഭാര്യ കൂടി ഇഷ്ടപ്പെടുന്നത് തിരഞ്ഞെടുക്കാൻ ആൽക്കഹോളൊന്നും ഇല്ലാത്ത, വിത്തൗട്ട് ആൽക്കഹോൾ ഉള്ളതാകുന്ന നല്ല അത്തറുണ്ട്, നല്ല റാഹത്തുള്ള അത്തറും ഉണ്ട്, നല്ല സ്പ്രേയും ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കണം. പുരുഷന്മാർ ഉപയോഗിക്കണം, സ്ത്രീകൾ ഉപയോഗിക്കണം. വീടിന്റെ അകത്തളത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കണം. നല്ല സുഗന്ധം ഉപയോഗിക്കണം. ഇത് ആദ്യ രാത്രിയിൽ മാത്രം കുറെ മുല്ലപ്പൂവും ചുറ്റിക്കൊണ്ട് പോയതല്ലാതെ പിന്നെ കുളിച്ചിട്ട് പോലും ഇല്ല. അതാണ് അവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല. നല്ല ശരീരത്തിൽ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാവണം. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ കുടുംബജീവിതം മുഴുവനും താറുമാറാവാനുള്ള മർമ്മപ്രധാനമായ കാരണങ്ങളിൽ 1 ശുചിത്വമില്ലായ്മയാണ്. വെറുതെ പറയല്ല.
നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന്റെ ദുർഗന്ധം നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഭാര്യയ്ക്ക് നല്ലതുപോലെ അറിയാം. അവളും അത്തരത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഒട്ടും അറിയൂല, വേറൊരാളാണ് അറിയാം. നമ്മുടെ വായ്ക്ക് പോലും നല്ല നാറ്റമുണ്ട്. വായ്നാറ്റം വളരെ വലിയ വിഷയം തന്നെയാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. അവനവന്റെ സ്വന്തം വായ്നാറ്റം അറിയണമെങ്കിൽ ഈ അടുത്തൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, തൊലിപ്പുറത്ത്, നമ്മുടെ കൈയുടെ തൊലിപ്പുറത്തിലേക്കൊന്ന് നാക്ക് നീട്ടിയിട്ടൊന്ന് നക്കുക. നമ്മുടെ കയ്യിൽ, വല്ലവന്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ നക്കിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മണത്തി നോക്കിയാൽ മതി. പിന്നെ ബോധം ഉണ്ടെങ്കിന് ശേഷം ഉണർന്നിട്ട് വല്ലതും ചെയ്യാം. അതിന് മറുപടി ബോധം പോയിട്ടുണ്ടോ? ഇപ്പൊ ഇരുന്ന് ചെയ്യാതെ, ഇപ്പൊ ഇരുന്ന് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കണ്ടില്ല. അപ്പൊ നാക്ക് നീട്ടി ഒന്ന് നക്കാൻ പറയും. ഇപ്പൊ ഇവിടെ ഇരുന്ന് നക്കുക. അങ്ങനെയുണ്ട്. അതാ കളി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ ഇത് വീട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് പരീക്ഷ നോക്കും. ഞാൻ ആരും കാണണ്ട, പെണ്ണുങ്ങളും കാണണ്ട. പതുക്കെ വന്നിരുന്നിട്ട് എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് മണക്കണം. അപ്പൊ അറിയാം എത്രത്തോളം ദുർഗന്ധം ഉള്ളത്. ബോധം വന്നതിന് ശേഷം അതിനുള്ള പ്രതിവിധി നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര വായനാറ്റമുണ്ട്. നമ്മളിത് രാവിലെ ഒന്ന് തേച്ചല്ല, പിന്നെ അള്ളാഹ് ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 5 വഖത്തും പ്രവാചകർ മിസ്വാക്ക് ചെയ്യും എന്നല്ല. ഒരു വ്യക്തിയുമായി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രവാചകൻ മിസ്വാക്ക് ചെയ്യും. എത്രയോ ഹദീസുകളുണ്ട്. 5 വഖത്തും ഞാൻ ഈ മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ്. എന്റെ ഉമ്മത്തിന്റെ മേൽ ഇത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം അത്ര ആവേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ. വളരെ ശ്രദ്ധിക്കണം. കുടുംബജീവിതം താറുമാറാകുന്നതിന്റെ മർമ്മപ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് പല്ല് തേക്കാതിരിക്കുക, വൃത്തി ശുചിത്വമില്ലാതിരിക്കുക, കക്ഷഗുഹ്യ രോമങ്ങൾ നീക്കാതിരിക്കുക, ദുർഗന്ധം വമിക്കുന്നതായ രീതിക്ക് നടക്കുക, വിയർത്തൊലിച്ച്. നമ്മളറിയുന്നില്ല, നമ്മൾ കച്ചവടക്കാരനാണ്, ജോലിക്കാരനാണ്, പല നിലയ്ക്കുള്ള ജോലി ഉണ്ടാവും. പക്ഷെ ശരീരം വല്ലാതെ വിയർത്ത് കുളിച്ചു പോയിട്ടുണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. പല ഭാര്യമാരും അത് തുറന്നു പറയില്ല. നിന്നോടൊപ്പമുള്ള ജീവിതത്തിൽ വലിയ അസ്വാസനങ്ങൾ ഉണ്ടായി, മാനസികമായ സംതൃപ്തിയില്ലായ്മ വന്ന് മറ്റുള്ള പരപുരുഷന്മാരെ തേടിപ്പോകാനുള്ള കാരണം തന്നെ ഇതാവാം. അള്ളാഹു നമ്മളെ കാക്കുമാറാം. അതുകൊണ്ട് നബിതങ്ങൾക്ക് എത്രയോ സാധനങ്ങൾ ഈ ദുന്യാവിൽ പറയാനുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വസ്തുക്കളിൽ ഒന്നാമതായി പറഞ്ഞത് സുഗന്ധം. വിശാലമായ വാക്കാണത്. സുഗന്ധം എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരാ, ശരീരത്തിനും വസ്ത്രത്തിനും മേനിക്കുമെല്ലാം അത് വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുഗന്ധം ഇഷ്ടപ്പെടുന്ന പ്രവാചകരുടെ ശരീരമോ എപ്പോഴും സുഗന്ധം അടിച്ചു വീശുന്ന വ്യക്തിയാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് ശരീരത്തിന്. അങ്ങനത്തെ നബിതങ്ങൾ വീണ്ടും ശരീരത്തിലേക്ക് അത്തർ പുരട്ടണമെങ്കിൽ എത്രത്തോളം സുഗന്ധം പ്രവാചകർ ഇഷ്ടപ്പെട്ടിരുന്നു ചിന്തിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് ദുർഗന്ധമില്ല. അവിടുത്തെ വിയർപ്പ് പോലും സുഗന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ അത് ശേഖരിച്ചു വെച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സുഗന്ധമായിരുന്നു. അത്തറായിരുന്നു പ്രവാചകരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ, വമിക്കുന്നതായ, പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്ന വസ്തുവിന് പോലും എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടേത് നേരെ തിരിച്ചാണ്. നല്ല ദുർഗന്ധമാണ്. എന്നിട്ട് പോലും നമ്മൾ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അപ്പൊ സുഗന്ധത്തെ ഇഷ്ടപ്പെടണം. 2, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വന്നിസാ, എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾക്ക് നബിതങ്ങളുടെ ഭാര്യമാരോട് വലിയ പ്രിയം. അങ്ങനെ വേണം. മറ്റൊരാളുടെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയോട് വല്ലാത്ത ഇഷ്ടവും താല്പര്യവും. പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, ഈ ദുന്യാവിൽ എനിക്കിഷ്ടമുള്ള 2ാമത്തെ വസ്തു എന്റെ ഭാര്യമാരാണ്. അങ്ങനെ തന്നെ വേണമല്ലോ. സ്വന്തം ഭാര്യ ഇഷ്ടപ്പെടുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടുന്ന എത്ര ഭാര്യമാർ നമുക്കിടയിലുണ്ട്? അവരുടെ കുറ്റവും കുറവും മാത്രം എടുത്തു പറയുന്ന ആളുകളുണ്ട് ഇരുവിഭാഗത്തിലും. പുരുഷന്മാരുടെ ഭർത്താവിന്റെ കുറ്റം മാത്രം എടുത്തുയർത്തി ജനങ്ങളോട് പറയുക, കൂട്ടുകാരികളോട് പറയുക, ബന്ധുക്കളോട് പറയുക, ഉമ്മായോട് പറയുക, നാട്ടുകാരോട് പറയുക. ഒരു നന്മയും അദ്ദേഹത്തിന്റെ ഇന്ന് വരെ കാണാത്തതുപോലെ പറഞ്ഞു നടക്കുക. 50 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരൊറ്റ കറാഹത്ത് വന്നെങ്കിൽ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നടക്കുക. അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് മാത്രം കാണുമ്പോൾ അത് പൊക്കി പറയുക. നന്മ എത്രയോ ഉണ്ടായിട്ടുണ്ട്, അത് പറയാതിരിക്കുക.
ജീവിതത്തിൽ ഒരിക്കൽ അവൾ കറി വെച്ചപ്പോൾ അല്പം ഒന്ന് ഉപ്പ് കൂടിപ്പോയി, അത് വലിയ പ്രശ്നം ഉണ്ടാക്കി, കോലാഹലം സൃഷ്ടിച്ചു. എന്നാൽ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് അവൾ കറി വെച്ചിട്ട് ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനവളെ പ്രശംസിക്കുന്നുമില്ല. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, അതിന് മാറ്റം വരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഭാര്യ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഓരോരുത്തരും അങ്ങനെ പറയാൻ സാധിക്കണം ഈ മജ്‌ലിസ് പിരിയുമ്പോൾ. കാരണം നബി ഇഷ്ടപ്പെട്ടതിനെ നമ്മളും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഖറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ് മൂന്നാമത്തെ വസ്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്ത്, പടച്ചറബുമായിട്ടുള്ള ഭാഷണമാണ്, അവനുമായിട്ടുള്ളതാകുന്ന ഇബാദത്തിൽ താല്പര്യമാണ്, ലദ്ദത്താണ് എനിക്ക് മൂന്നാമതായിട്ട് ഏറ്റവും പ്രിയമുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ വേണേ ആദ്യത്തെ രണ്ടും ഇഷ്ടപ്പെടും, അത്തരം തേച്ച് പെണ്ണുമ്പോഴും എടുത്ത് മാറിയിരിക്കും. ഉസ്താദ് പറഞ്ഞായിരുന്നു നാളെ ഒരു പണിക്കൊന്നും പോകുന്നില്ല. ഒന്ന് അത്ര അടിക്കുക, രണ്ടാമത്തെ പെണ്ണുങ്ങൾ എടുത്തിരിക്കുക, ആയിക്കോട്ടെ, അത് രണ്ടും ഓക്കെ. മൂന്നാമത്തത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പണ്ട് മുതലേ കമ്മിറ്റിയുടെ ഓഫീസ് പൂട്ടിയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയ ശീലം. അല്ലാഹു മുളക്കാക്കട്ടെ.